അപ്പോൾ എന്തിനാണ് ബീംസ് യൂസ് ചെയ്യുന്നത്? ബീംസ് യൂസ് ചെയ്യുന്നത് ബീമിന് മുകളിൽ വരുന്നൊരു സ്ലാബ് ഉണ്ടാവും. ആ സ്ലാബിൻ്റെ ലോഡ് എന്ത് ചെയ്യുക? ക്യാരി ചെയ്യുക. ആ സ്ലാബിൻ്റെ മുകളിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? ഫ്ലോർ ഫിനിഷ് ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും, പിന്നെ നമ്മളുണ്ടാവും. ഓക്കെ, അവിടെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയും ആണ് സ്ലാബിൻ്റെ മുകളിൽ വരുന്ന ലോഡ്. ഇത്രയും ലോഡുകൾ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബീം ഉണ്ടാക്കുന്നത്. ഇതിൽ ഈ പറയുന്ന ലോഡുകൾ നിങ്ങൾക്കറിയാം, ഡെഡ് ലോഡായിട്ടും ലൈവ് ലോഡായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സ്ലാബിൻ്റെ വെയിറ്റ്, പിന്നെ ഫ്ലോർ ഫിനിഷ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്? ഡെഡ് ലോഡ് സൈഡാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഫർണിച്ചറിനെ ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമെന്നുള്ളത്. ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് ലൈവ് ലോഡാണ്. ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് മാറ്റാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ മൂവബിൾ ആയിട്ടുള്ള എന്ത് ലോഡ് ഉണ്ടെങ്കിലും അതിന് എന്താണ്? ലൈവ് ലോഡാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു മെഷീൻ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ ലൈവ് ലോഡിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അത് പിന്നെ ഡിസൈനിലൊക്കെ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അതും ലൈവ് ലോഡാണ്. അതിന് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 10 വർഷത്തേക്ക് അത് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു എന്നൊന്നും വിചാരിക്കരുത്. ഫർണിച്ചർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ലൈവ് ലോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലോഡുകളെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബീംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീമിൽ പല രീതിയിലുള്ള ലോഡുകൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ലോഡുകളെ കുറിച്ചാണ്. അത് ഇങ്ങനൊരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോർട്ട്സ് ഞാൻ വരയ്ക്കാത്തത് മനഃപൂർവ്വമാണ്. നിങ്ങൾക്ക് ഏത് സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും മനസ്സിൽ വിചാരിക്കാം. ഫിക്സഡ് ആണെന്ന് വിചാരിക്കാം, സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന്, ഏതോ ഒരു ടൈപ്പ് ബീമാണ്. ഓക്കെ, ആ ബീമിൽ ഞാൻ ഒരു ഫ്രിഡ്ജ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പോകുന്നൊരു ബീമായിരിക്കും. ഞാനിപ്പോൾ പ്ലാൻ ചെയ്യും, നിങ്ങൾക്ക് പ്ലാൻ ഒക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. അത് ഇങ്ങനെ ഒരു സ്ലാബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ സ്ലാബിൽ ഇങ്ങനെ നടക്കുന്ന ബീമിനെയാണ് ഞാൻ ഇനി വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പുറത്തായിട്ട് ഞാനൊരു ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ആ ഫ്രിഡ്ജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഒരൊറ്റ പോയിന്റിലല്ലേ ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റിൽ അത് ആക്ട് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇതിനെ നമ്മൾ പോയിന്റ് ലോഡ്സ് എന്ന് പറയും. ഓക്കെ, പോയിന്റ് ലോഡ്സ് എന്ന് പറയും. സംശയമില്ലല്ലോ, പോയിന്റ് ലോഡ്സ്. ഇനി നമ്മുടെ വീടൊരു റെനോവേഷൻ പോലുള്ള ഒരു പരിപാടി നടക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് കുറച്ച് പഴക്കമുള്ള ഒരു വീടാണ്, ഒരു 10-25 വർഷമൊക്കെ ആയി. നമ്മൾ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഈ പറയുന്ന ഫ്രിഡ്ജ് ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനൊരു ഇങ്ങനെ ഒരു വഴിയൊക്കെ കുറച്ച് ഫർണിച്ചറൊക്കെ ഈ സൈഡിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല നീളത്തിൽ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് കൊണ്ട് വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ സൈഡിൽ ഇത് മുകളിലത്തെ നിലയാണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് അതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ലോഡെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു പോയിന്റിലാണോ ഇരിക്കുന്നത്? അല്ല. നമുക്ക് ഇത് ഈ പോയിന്റ് ഇരിക്കുകയാണെന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഈ പോയിന്റ് ഇരിക്കുകയാണെന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഇവിടെ ഒരു പോയിന്റിലുമായിട്ടുള്ള അല്ല ഇതിരിക്കുന്നത്. ഇതൊരു 2 മീറ്റർ ഉണ്ടെങ്കിൽ ഈ 2 മീറ്ററിലും ഇതിങ്ങനെ പരന്നു കിടക്കുകയാണ് ഈ ലോഡ്. മനസ്സിലായോ? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ. അതും ഫിഷ് ടാങ്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഒരു സൈഡിൽ ഒരു ഹൈറ്റ്, മറ്റൊരു സൈഡിൽ വേറൊരു ഹൈറ്റ്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിഷ് ടാങ്ക് എന്ന് പറയുമ്പോൾ എല്ലായിടവും ഹൈറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനകത്തുള്ള വാട്ടറിൻ്റെ ഡെപ്തും സെയിം ആയിരിക്കും. വെള്ളവും ഒരേ ഹൈറ്റിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ എവിടെ നോക്കിയാലും ഒരേ ലോഡാണ് അല്ലേ? ഏത് പോയിന്റിൽ നോക്കിയാലും ഒരേപോലത്തെ ലോഡ്. ഇങ്ങനെയുള്ള ഒരു ലോഡിങ് കണ്ടീഷനാണ് ഇതിനെ നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയും. മനസ്സിലായോ? അതായത് യൂണിഫോമായിട്ട് ഈ സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. എവിടെ നോക്കിയാലും ഒരേ ലോഡായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് 2 മീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 മീറ്റർ ഇത്രയാണ് 2 മീറ്റർ. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്യാണല്ലോ, ഈ ബീമിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ ഈ ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഈ ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. ഈ ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് നമ്മൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല, സ്പെസിഫിക് വെയിറ്റ് അറിയാമല്ലോ, നിങ്ങൾ മറ്റ് ടോപ്പിക്സിൽ പഠിക്കും. ഈ സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിന് നമ്മൾ ഈ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. ഈ ടോട്ടൽ ഫിഷ് ടാങ്കിൻ്റെ വെയിറ്റ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 250 കിലോഗ്രാം 200 കിലോഗ്രാംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ വെയിറ്റ് ആണ് പറയുന്നത്. ഈ വാട്ടർ ടാങ്കിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് 200 കിലോഗ്രാംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ കിലോഗ്രാം എന്ന് ഇനിയിപ്പോൾ വേണ്ട, അതിൻ്റെ ന്യൂട്ടൺ. ഓക്കെ, 200 ന്യൂട്ടൺ ആണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, 200 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ 20 കിലോഗ്രാംസേ ഉള്ളൂ. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട, 200 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. 2 മീറ്ററിലാണ് എത്ര വരുന്നത്? ഈ 200 ന്യൂട്ടൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 2 മീറ്ററിൽ 200 ന്യൂട്ടൺ ഉണ്ടെങ്കിൽ 1 മീറ്ററിൽ എത്ര ആയിരിക്കും എന്ന് ചോദിക്കുകയാണ്.
മനസ്സിലായോ? 2 മീറ്റർ വരുമ്പോഴല്ലേ എത്ര 200 ന്യൂട്ടൺ ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 1 മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ന്യൂട്ടൺ ഉണ്ടാവും? ഞാൻ ആദ്യം പറഞ്ഞു ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഒരേ രീതിയിലാണ്. വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. വാട്ടർ ടാങ്കിൽ വെള്ളത്തിനൊന്നും ലെവലിലൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വ്യത്യാസം വരാൻ പറ്റത്തില്ല. സോ 1 മീറ്റർ 2 മീറ്ററിൽ 200 ന്യൂട്ടൺ ആണെങ്കിൽ 1 മീറ്ററിൽ എത്രയായിരിക്കും? ഉറപ്പായിട്ടും 100 ന്യൂട്ടൺ ആയിരിക്കും അല്ലേ? അപ്പോൾ ദാ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, അതായത് 100 ന്യൂട്ടൺ പെർ 1 മീറ്റർ. മനസ്സിലായോ? 100 ന്യൂട്ടൺ പെർ 1 മീറ്റർ എന്ന് എനിക്ക് എഴുതാം. ഞാനിപ്പോൾ ഇത് തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു മീറ്ററിലേക്ക് കൂടെ ഇതിനെ ഞാൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അതായത് ഈ ഗ്ലാസ് എടുത്ത് മാറ്റുന്നു, വേറെ 2 ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നു, ഇവിടെ വേറെ ഗ്ലാസ് വയ്ക്കുന്നു, വീണ്ടും ഫുൾ വെള്ളം നിറച്ചിങ്ങനെ വെച്ചേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങോട്ടും കൂടെ എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോഴും ഇതിലെന്ത് വരുന്നില്ല, വ്യത്യാസം വരുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി? അതായത് 100 ന്യൂട്ടൺ പെർ മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, 100 ന്യൂട്ടൺ പെർ 1 മീറ്റർ. ഈ 1 എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. സാധാരണ അങ്ങനെയാണല്ലോ, 1 നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ 100 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, 100 ന്യൂട്ടൺ പെർ മീറ്റർ ലോഡ് എത്ര ഡിസ്റ്റൻസിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെങ്കിൽ UDL എന്ന് പറയും. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 1 മീറ്ററിൽ 100 ന്യൂട്ടൺ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, 100 ന്യൂട്ടൺ പെർ മീറ്റർ. നിങ്ങൾ പല വാല്യൂസും കണ്ടിട്ടുണ്ടോ, അതായത് 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, UDL എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ലോഡ് കൂടെ ഉണ്ട്. ഈ ബീമിൽ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഒരു 3D ആയിട്ട് വരികയാണ്. ഓക്കെ, ഈ ബീം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഷേപ്പിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണുന്നുണ്ടല്ലോ, ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഓക്കെ, ഈ കാണുന്ന ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഞാനൊരു വുഡൻ പീസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെച്ചെന്ന് വിചാരിച്ചു. ഒരു വുഡൻ പീസാണെന്ന് ഞാൻ വിചാരിക്കുക. ഇതിൽ ഈ പോയിന്റ് നോക്കൂ. ഇവിടെ നോക്കുമ്പോൾ ലോഡ് എഫക്റ്റീവ്ലി 0 ആണ്. അവിടെ ലോഡേ ഇല്ല. ഇവിടെ കണ്ടോ, ഇവിടെ ലോഡേ ഇല്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്, ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ കൂടുന്നു, ഇവിടെ എത്തുമ്പോൾ എന്താണ്, അതിന് മാക്സിമം ആവുന്നു ആ ലോഡിൻ്റെ. മനസ്സിലായോ? ഇങ്ങനെയുള്ള ലോഡിങ് കണ്ടീഷനെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൂടെ സംതിങ് ഓക്കെ, ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയും. ഓക്കെ, യൂണിഫോംലി വേരിയിങ് ലോഡ്. അതായത് ഇവിടെ 0 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് ലോഡ് എന്ത് ചെയ്യുകയാണ്, ഗ്രാജുവലി കൂടി ഇവിടെ വരെ എത്തുന്നു. ഓക്കെ, യൂണിഫോംലി വേരിയിങ് ലോഡെന്ന് നമ്മൾ പറയും. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ലോഡിങ് കണ്ടീഷൻസ്. ഓക്കെ, ഈ ലോഡിങ് കണ്ടീഷൻസ് ഒരു ബീമിൽ ഡിഫറൻറ്റ് സപ്പോർട്ട്സ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഡിഫറൻറ്റ് സപ്പോർട്ട്സ് അത് ശ്രദ്ധിക്കുക. അതായത് ഇതിത്രയും ഇവിടെ ഞാനൊരു സപ്പോർട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു ഫിക്സഡ് സപ്പോർട്ടാണ്. ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും, കാൻഡിലിവർ ബീം എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ ലോഡുകൾ കാരണം ഈ ബീമിൽ ഉണ്ടാവാൻ പോകുന്ന ഇൻറ്റേർണൽ ഫോഴ്സസ്, ആ വാക്ക് ശ്രദ്ധിക്കുക, ഇൻറ്റേർണൽ ഫോഴ്സസ്. അതായത് ഈ കാണുന്നതെല്ലാം എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. നമ്മൾ പുറത്തു നിന്ന് കൊടുക്കുന്ന ഫോഴ്സസ് ആണ് ഇതെല്ലാം. ബീമിന് മുകളിലോട്ട് നമ്മൾ പുറത്തു നിന്ന് കൊടുക്കുന്ന ഫോഴ്സസ് ആണ് ഈ കാണുന്ന ഫോഴ്സസ് എല്ലാം. ഇതിനെയെല്ലാം നമ്മളപ്പോൾ എന്താ പറയുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയും. ഓക്കെ, ഇത് കാരണം ഈ ലോഡുകൾ കാരണം ഈ ബീമിനകത്ത് പല ഫോഴ്സസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഈ ലോഡുകൾ കാരണം ബീമിനകത്ത് പല ഫോഴ്സസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെയൊക്കെയാണ് നിങ്ങൾ ടെൻഷൻ, കംപ്രഷൻ, ഷിയർ, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ടോർഷൻ, ഈ 5 വാക്കുകളും കേട്ടിട്ടുണ്ടാവും. ടെൻഷൻ വലിയുക, ഓക്കെ, കംപ്രഷൻ ചുരുങ്ങുക, ഷിയർ ഇങ്ങനെ പോവുക, ബെൻഡിങ് ഇങ്ങനെ വളയുക, ടോർഷൻ ഇങ്ങനെ ട്വിസ്റ്റ് ആവുക.
ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഈ ബീമിനകത്ത് എവിടെ വേണോ സംഭവിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിനെക്കുറിച്ച് ആണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിൽ വരുന്ന മെയിനായിട്ട് ബീമുകളുടെ കാര്യത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് ഷിയർ ഫോഴ്സ്, പിന്നെ മറ്റൊന്ന് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എന്താണ്, ഒരു കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീമിലാണെങ്കിൽ ഈ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഓരോ ബീമിനും ഓരോ രീതിയിലായിരിക്കും. കാൻഡിലിവർ ബീമിന് ഒരു രീതിയിലായിരിക്കും, സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് അത് മറ്റൊരു രീതിയിലായിരിക്കും.